The world of management is an intensive course which introduces students to the sum of the central ideas. Wait. Catherine, सीधी खड़ी रहे. Come on, blow. Get in. Come on. മോളെ അകത്തേക്കല്ല പുറത്തേക്ക്. പ്രിൻസിപ്പലിന് ഊതാൻ പഠിപ്പിക്കല്ലേ. കമോൺ. എന്റെ മാതാവേ, ഒരു 5 അടിച്ചിട്ടുണ്ട്. കം ടു ദ ഓഫീസ്. നീയാണ്, നീ മാത്രമാണ് ഇതെന്റെ ഉത്തരവാദി. നിനക്കിതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന കൽപ്പന ലംഘിക്കാനല്ല ഞാൻ ദിവസവും നിന്നെ വന്ന് കാണുന്നത്. കാണപ്പെടുന്ന സഹോദരിയെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ. നമുക്കിനി നാളെ കാണാം. ബൈ ബൈ. ഓക്കെ. എന്റെ മോളെ, ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. മോക്കറിയാലോ ഇവിടെ ദുഷ്യന്തന്റെ കറിയുടെ പേരും കൊണ്ട് മാത്രം ഓടിപ്പോണ സ്റ്റാപ്പാണെന്ന്. പെട്ടെന്ന് എനിക്ക് ലീവ് മേടിച്ച് അങ്ങ് വരാൻ പറ്റുമോ? അത് ശരിയാവില്ല. ഇവിടെ ഒരു രജപുത്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ച 4 ദാസിമാര് ഫ്രീ ആണ്. രജപുത്ര വംശത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയ 4 ദാസിമാരെ ഫ്രീ ആയിട്ട് കിട്ടുന്നോ? ആ അതേനെ. അല്ല വെക്കല്ലേ. അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും. അയ്യോ, എന്റെ അച്ഛൻ ഒരു മുൻപരിചയം കൂടാൻ മരിച്ചു പെട്ടെന്ന് അങ്ങ് പോയി. ഇങ്ങനെ ആരുമില്ല. ചേട്ടനുണ്ടാവോ? ഉണ്ടാവൂടാ. എന്ത് കണ്ടിയത്? എന്തായാലും സംഭവിച്ചില്ലേ? നീ സമാധാനിക്ക്. ചേട്ടാ, ഇന്നലെ ഫോൺ വിളിച്ചു അച്ഛൻ പറഞ്ഞോളൂ. എന്ത്? താറാവ് കറിയിൽ കുരുമുളക് കൂടി ഇടുമ്പോ കണ്ണിൽ പോകാതെ അത് കറിയില്ലല്ലോ ഇടുന്നു, കണ്ണിലല്ലോ. ഏതായാലും നീ കരയണ്ട. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരായി പോയല്ലേ പറ്റൂ. പക്ഷെ എനിക്ക് നാളെ പോയാൽ പോരാ. എനിക്ക് ഇന്ന് തന്നെ പോണം. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ? മാറ്റിക്കൊണ്ട് പോകും. ഇത് മതി. എടാ, ഈ കാശ് കയ്യിലിരിക്കട്ടെ. ഒരു മരണാവശ്യമല്ലേ? ആരുടെ? ഓ, അച്ഛന്റെ മരണം. ഏതായാലും നമ്മുടെ ഷാപ്പിന്റെ പേരിൽ ഒരു റീത്ത് കൂടെ വെച്ചേരും. പോട്ടെ മുതലാളി. ശരി ചേട്ടാ, നീ പോയിട്ട് വാടാ. കള്ളിനും കറിക്കും വില കൂടാതെ സൂക്ഷിക്കണം കേട്ടോ. ഞാനിവിടെ ഇല്ല. ചെല്ലു. ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും, എന്നിട്ട് നീ സൈക്കിളെ കയറി. ഇതിപ്പോ ഇവനാണോ പൂസം അതോ സൈക്കിൾ? കാക്കയൊക്കെ കൊട്ടാരത്തിൽ താമസം തുടങ്ങി. എൻ്റെ ദൈവമേ, മങ്കിക്കാർപ്പെട്ടെടുത്ത് നിൽക്കുന്നു. അത് മങ്കിയാണോ അതോ മനുഷ്യനാണോ? അതെളിയാ, എൻ്റെ പേര് ദുഷ്യന്തൻ. ഞാൻ വൈക്കത്തിനടുത്തുള്ള പടിപ്പുര ഷാപ്പിലെ കറിവെപ്പുകാരനാണ്. നമ്മുടെ ഒരു പെങ്കൊച്ചി ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് പോയാൽ കൊള്ളാന്നുണ്ട്. വഴിയൊന്ന് പറഞ്ഞുതരാമോ? അതായത് ഈ പൊട്ടനെ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ ഒരു പെൺകൊച്ച് പെൺ ഇവിടെ അടുത്തുള്ളൊരു കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി മനസ്സിലായടേ? ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ, ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എവിടെ? എന്റെ ദൈവമേ, ഞാനിപ്പോ ഇവിടെ തലതല്ലി ചാവും ഇപ്പൊ. അളിയാ, ഇത് കണ്ട ഭഗവാൻ പട്വാ ഹവേലി भगवान चाहिए। അത് തന്നെ ഭഗവാൻ. മനസ്സിലായി വിളിക്കും. भगवान चाहिए ना? यहाँ से सीधा जाओ। सीधा? അതാരാണ്? എന്തേലും सीधा जाओ, पहले राइट लो, फिर लेफ्ट लो, छोटा गली आएगा, राइट में भगवान है. ഓ, ഇത്രയുള്ള കാര്യം. ഭഗവാൻ പട്വാ ഹവേലി. മാറി നിൽക്കുക. എന്നാലേ നല്ല കാര്യത്തിന് മുമ്പ് പുറം തിരിഞ്ഞു നിൽക്കുക. മോളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? വേണ്ട, പീഡനാവും. ഈ ഭഗവാൻ ഇതരെ? ഇവിടെയാണോ? ഇത് അമ്പലല്ലേ?
ഈ ഭഗവാനല്ല, എന്നോട് അവിടെ നിന്ന് ഒരാൾ വഴി പറഞ്ഞു തന്നു വിട്ടില്ലായിരുന്നോ? ആ ഭഗവാൻ എവിടെ? ഓ, ഈ ഹിന്ദിക്കാർ ഏത് മലയാളികളെ കണ്ടാലും ക്യാ ക്യാ എന്ന് പറയണ എന്തിനാ? ചിലപ്പോ സ്നേഹം കൊണ്ടായിരിക്കും. അച്ചായ ഇങ്ങോട്ട് നോക്കി, അച്ചായന്റെ സ്വന്തം ക്യായായിട്ട് എന്നെ കരുതിയാൽ മതി. ഇനി പറ, ഭഗവാൻ എവിടെയാ? പതുക്കെ പറ, സെറ്റുവല് തെറിച്ചു പോവും. എന്റെ ഭഗവാനെ, ഇനി ഞാൻ അവളെ എവിടെ പോയി തപ്പും? രാജസ്ഥാനിൽ 18-ാം പിടിയോ? ഇനി ഇപ്പൊ ഇതടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. ഇതേതാ മനുഷ്യന് തവളയിലുണ്ടായ പോലെ ഉണ്ടല്ലോ. ഏ മിസ്റ്റർ, ഞാൻ മലയാളത്തിൽ പറയും, നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഞാൻ പടിപ്പുര ഷാപ്പിൽ നിന്ന് വരിക. എന്റെ ഒരു പെങ്കുച്ച് ഈ അലവലാതിക്കകത്തുണ്ട്, ഹവേലിക്കകത്തുണ്ട്. ഓഹോ, അപ്പൊ നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയില്ലല്ലേ? മാറി നിൽക്കണ കിൻഡൽ ചാക്കിന് കൈയും കാലും വെച്ച പോലെ ഇരിക്കണവനെ. വേണ്ട വേണ്ട, കുഴിനത്തെ കയറി ചവിട്ടി ഞാൻ. എടാ, പടിപ്പുര ഷാപ്പിൽ വന്നിട്ടുണ്ടല്ലോ, കങ്കാരി വരാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ഏത് കൊച്ചു മൂത്രം ഒഴിച്ചോണ്ട് പറയും. ഇനി അതിനോട് സത്യം പറയാം, ഞാൻ കളരി പഠിക്കാണെങ്കിൽ മർമ്മം നോക്കൊരു കുത്തുന്നുണ്ടല്ലോ, നീ ചത്തവും പറഞ്ഞേക്ക. അയ്യോ, ഞാൻ ദുഷ്യന്തൻ. കാണാ പൊട്ട, ഞണ്ട്, കോഴി, താറാവ്, മുയല്, ചിക്കൻ, മട്ടൺ, ബീഫ്, പന്നി, പോർക്ക്, എന്നെ കൊല്ലരുത്. കാല് പിടിക്കാം, എന്നെ കൊല്ലരുത്. അയ്യോ, ദുഷ്യന്തേ. അത് ശരി, ഈ പുള്ളിയുടെ അച്ഛനായിരുന്നു ഇത്. പക്ഷെ കണ്ടാ പറയില്ലട്ടാ, കുക്കിംഗ് करने आया है. കൊള്ളക്കാരുടെ വീട്ടിൽ കറി വെക്കാനാണോ എന്നെ കൊണ്ടുവന്നത്? നിനക്ക് ഹിന്ദി അറിയത്തുണ്ടല്ലേ? അതല്ലെന്നേ, ഇവർക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ല, അതുകൊണ്ടാ. ഇതെന്താ കാച്ചിലോ? ഇതിന്റെ കാലായിരുന്നോ? പക്ഷെ നമ്മള് തമ്മിലൊന്ന് കാണേണ്ടി വരും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ വന്നില്ലായിരുന്നല്ലോ, 2 ശവങ്ങൾ ഇവിടെ വീണേനെ, ഒരു തോക്ക് പിടിച്ചവന്റെയും ഒരു തൊപ്പി വെച്ചവന്റെയും. അടുക്കളയിൽ ചാകരയോ? ലടുക്കികളെ ഒന്ന് ശ്രദ്ധിക്കണേ. മേരാ നാം ദുഷ്യന്തൻ. അതായത് ഇന്നു മുതൽ ഈ അടുക്കളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ मेरा नाम चांदनी. അച്ഛാ, मेरा नाम काजोल. രണ്ടാനച്ഛ, ബഹുത്തച്ഛ. मेरा नाम करोल. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ക്രിസ്മസിനാ കരോള്, ഇവിടെ എന്നും കരോളാണോ? ഓ, എന്നും നല്ല ചേർച്ച, വെളുത്ത പാവും കറുത്ത പാവും പോലെയുണ്ട്. അതങ്ങനെയല്ല അറിയേണ്ടത്, ഇങ്ങനെ പിടിച്ചിട്ട്. ദുഷ്യന്തന്റെ കാര്യം ഞങ്ങൾ വിചാരിച്ച പ്ലാനിങ് പോലെ തന്നെ നടന്നു. കൊച്ചു കള്ളി. ഓ, ഞാൻ പാടാം പ്യ പ്യ, ഞാൻ പാടാം. പ്യാമ്പുകൾക്ക് മ്യാളമുണ്ട്, പിറവകൾക്ക് ആകാശമുണ്ട്, ഞാനിലിടം സമ്മാനിപ്പോ തന്നെ തരാൻ അടി കിട്ടിയല്ലേ? ഈ ഭഗവാൻ സിംഗിനും ഭാര്യയ്ക്കും വേറെ ഒരു പണിയില്ലേ? അവരുടെ സന്തോഷം ഇതാ. പാവം, കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികളില്ല. എത്ര വർഷമായി? 12 വർഷം. 12 വർഷമായി. ഇയാളെങ്ങോടെ ഈ രാത്രി തോക്കുമായിട്ട് പോണ? നായാട്ടിന്. ആഹാ, പകല് മൊത്തം വെള്ളമടി, രാത്രി പുറത്ത് ഹണ്ടിങ്ങിനും പോകും. പിന്നെ എങ്ങനെ പിള്ളേരുണ്ടാവും? ഞാനെങ്ങാനും ആയിരിക്കണം. ഇവിടെ ഒരു അംഗനവാടി തുടങ്ങിയ, അംഗനവാടി ഇവിടെ വാടി. എന്റെ കയ്യിലെ പൈസ മൊത്തം തീർന്നാലും വേണ്ടില്ല, ഈ കൈ നിറച്ച് ഞാൻ വളം മേടിച്ചു തരും. मुझे डर लग रहा है, मेरे पति ने देख लिया तो? നമ്മൾ ഈ പുഷ്കറിൽ എന്തിനാ വന്നേക്കണേ? ഹണിമൂണിനല്ലേ? അതിനിടയിൽ നീ പതി എന്ന് പറഞ്ഞ എന്റെ മൂഡ് കളയരുത്. क्या बोलता है तू? എന്റെ മൂഡ് മൊത്തം പോയി, ഇനി ഒന്നേന്ന് തുടങ്ങണം. എടാ ദുഷ്യന്തൻ, ദുഷ്യന്ത, നിന്റെ കെട്ടിയവന് മലയാളം അറിയാവൂടി? क्या हुआ? क्या? ഇവരായിരുന്നു നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? രണ്ടുപേരോ? അയ്യേ, പറഞ്ഞ പോലെ ഇതേ ഈ കുട്ടി. ഇതിന്റെ അച്ഛനും അമ്മ ആരെങ്കിലും ഉണ്ടോ? ആങ്ങളമാരായാലും മതി. മലയാളം പോലും ശരിക്കും അറിയാത്ത നീ എങ്ങനെ ഈ ഹിന്ദിക്കാരി അടിച്ചു മാറ്റി? പിടിക്കപ്പെട്ട ഇനി രക്ഷയില്ല. ലോകത്തിലെ ഭാഷ പ്രശ്നമില്ലാത്ത 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ബാറും, മറ്റൊന്ന് അതെ അതെ പ്രണയവും. ജാഗ്രത, ഇവൻ ഹസ്ബൻഡ് ഉന്നെ പാത്താൻ വെച്ചോ, കൊന്നിടുവൻ. എടാ, ഞാൻ ഇവിടെ ഉള്ളവരും ആ വെളിവില്ലാത്തവൻ അറിയില്ല. ഇനി വിവരമില്ലാത്ത നിങ്ങളെ ഒന്ന് കൊളുത്തി കൊടുക്കാതിരുന്നാ മതി. ഇച്ചിരി കൂടി ഒട്ടി നിന്നു. ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ മതി. എടാ, അധികം ബഹുമാനം വേണ്ട, ഇരി. ഫോട്ടോ കണ്ട നല്ല മമ്മൂട്ടിയുടെ കൂട്ടിയാണ്. ഈ തുണി കൊണ്ടുള്ള ഹെൽമെറ്റ് ഞാൻ നിൽക്കുകയാണ്.
कोई मदरसे को इधर देखा क्या? കാലം മംഗവാലം ഇല്ല, മലയാളിനെ ഞാൻ കണ്ടില്ല. അയ്യോ! ദൈവമേ, സ്വപ്നത്തിൽ ഓടുന്ന പോലെ മണ്ണിലേക്ക് ഓടിയിട്ട് നീങ്ങുന്നുണ്ട്. മറ, 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 മറ. അയ്യോ! അയ്യോ! പിടിച്ചേ! പറ്റിച്ചേ! അയ്യോ! തല്ലരുത്, തല്ലരുത്. അയ്യോ! നിങ്ങളെല്ലാരും എന്നെ അവിടെ കൊണ്ടുവന്നേ. അയ്യോ, ഓട്ടോത്തിന് പുറത്തുനിന്ന് കയറ്റി ഇരുത്തല്ലേ. എനിക്കിതിന്റെ ഡ്രൈവിംഗ് അറിയില്ല. അയ്യോ, ഇതിന്റെ ഗിയർ എവിടെ? ന്യൂട്രെങ്കിലും ഒന്ന് പറഞ്ഞാളാ. അയ്യോ!